ഹായ് ഫ്രണ്ട്സ്, പാക്ടറി സീരിയലിന്റെ പുതിയ എപ്പിസോഡില് മാഷു വിനായകനോട് ചോദിക്കുകയാണ്, അത് നീയല്ലെന്ന് സത്യം ചെയ്യാനുള്ള അവസരം നിന്റെ മുന്നിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ നിനക്കങ്ങനെ പറയാൻ പറ്റുമോ വിനായക? വിനായകന്റെ മുഖം ആകെ മാറുന്നുണ്ട്, തല താഴ്ത്തിയിരിക്കുക. മാഷിനിപ്പോ വിനായകൻ തന്നെയാണെന്ന് ഉറപ്പായിട്ടുണ്ട്. അതച്ഛാ, ഞാൻ അച്ഛനോട് വിശദമായി പറയാനിരിക്കുകയായിരുന്നു. അന്ന് ഒരു പ്രത്യേക സാഹചര്യത്തില് സംഗതി അങ്ങനെ ആയിപ്പോയി. പക്ഷേ അത് അച്ഛനെ അപായപ്പെടുത്താനൊന്നും ആയിരുന്നില്ല. മാഷ് അങ്ങ് ഞെട്ടുന്നുണ്ട് ഇപ്പൊ തന്നെ. മാഷ് പറയും, കൂടുതൽ വിശദീകരണം വേണ്ട, ചെയ്തു അല്ലെങ്കിൽ ഇല്ല, അത് മതി. വിനായകൻ പറയും, അതച്ഛാ പോലീസ് അവിടെ വരുന്നേ. മാഷു പറയും, വീണ്ടും ഞാൻ ആവർത്തിക്കുക, ചെയ്തു അല്ലെങ്കിലില്ല. അച്ഛ എന്നെ ഒന്ന് പറയാൻ. മാഷു പറയും, ചെയ്തു അല്ലെങ്കിലില്ല, അത് മാത്രം. വിനായകൻ തല താഴ്ത്തിയിരിക്കും. ചെയ്തു പോയി. മാഷു ഞെട്ടും. ഇനി നിനക്ക് പുറത്തു പോകാം. സകല ദേഷ്യത്തിലോ പറയുന്നത്. അച്ഛൻ അല്ലെങ്കിലും ഞാനിവിടെ നിന്നത് അച്ഛനോടെല്ലാം തുറന്നു പറയാനാ. എല്ലാ തെറ്റും ഏറ്റു പറഞ്ഞ് അച്ഛന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട് മാത്രമേ തിരിച്ചു വന്നാൽ മതി എന്ന് നന്ദിനി പ്രത്യേകം പറഞ്ഞത്. മാഷു പറയും, നിന്നോട് പുറത്തു പോവാനാ പറഞ്ഞത്. വിനായകൻ പറയും, അമ്മയും ചേട്ടനൊന്നും ഇതറിയരുത്, കഴിഞ്ഞു പോയ കാര്യല്ലേ, ഇനി തോണ്ടി പുറത്തെടുത്തിട്ട് എന്തിനാ? മാഷിന് അത്രയും ദേഷ്യത്തിലാ നോക്കുന്നത്. കൊടക്കട പുറത്ത്. വിനായകൻ വീണ്ടും അച്ഛാന്ന് വിളിക്കും. നിന്നോട് പുറത്തു പോകാനല്ലേ പറഞ്ഞത്, ഇറങ്ങടാ ഇറങ്ങ് എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് പുറത്ത് കൊണ്ടുപോയിടും. എന്നിട്ട് ഡോറങ്ങ് അടയ്ക്കും. അപ്പോ അച്ഛൻ ഞാൻ പറയട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിലും മാഷ് അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ ഡോർ ലോക്ക് ചെയ്ത് അകത്ത് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത്രയും വർഷം വിക്രത്തിനോട് ചെയ്തതാണ് മാഷിനെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്. പക്ഷെ അത് മറ്റൊരു മകനാണെന്ന് അറിഞ്ഞപ്പോ അതേ മനസ്സ് വീണ്ടും വേദനിക്കുക. വിനായകനും ആകെ സങ്കടത്തിൽ ഇങ്ങനെ പുറത്തു നിൽക്കാട്ടോ. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. കമലൊക്കെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. നന്ദിനി ഫ്രഷായി വരുന്നേ ഉള്ളൂ. അമ്മ റെഡിയായോ? നേരെ 8 നന്ദിനി. അപ്പൊ നന്ദിനി പറയും, ഇന്നലെ രാത്രി ഓരോന്ന് ആലോചിച്ച് പുലർച്ചെയാ കിടന്നത്, മയങ്ങിപ്പോയി. അപ്പോഴേക്കും അപ്പുമോള് വന്ന് കതകിന് മുട്ടും. അമ്മ പോയി അപ്പുമോളാണല്ലോ എന്ന് പറഞ്ഞ് കതക് തുറക്കും. അങ്ങനെ അവര് ചായയും കൊണ്ടാ വന്നത്, ശ്രീജയും വിഷുവും അപ്പുമോളും കൂടെ. ദാ അച്ചമ്മയ്ക്ക് ചായ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ നന്ദിനിക്ക് എനിക്കില്ലേ, നന്ദിനി ചെറിയമ്മയ്ക്കും ഉണ്ട്. അങ്ങനെ ഇവർ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ശ്രീചേർത്തിയുടെ കയ്യില് പൂവാണാണ്. കനകാംബരം. ഇതെവിടുന്ന്? ഇതിവിടുത്തെ ഫാഷൻ അല്ലേ, രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോ കണ്ടതാ. ശ്രീജ പറയും, നന്ദിനിക്കും വാങ്ങിച്ചിട്ടുണ്ട്. നന്ദിനി പറയും, അയ്യോ എനിക്കൊന്നും വേണ്ട, ഞാൻ ഇതും വെച്ച് നടന്നിട്ടുണ്ടെങ്കിലേ മലയാളം പറയുന്നത് കേട്ടാൽ ഇന്ത് പെണ്ണ് മലയാളം നല്ല പേശുര്, ഇതെപ്പടി കത്തിക്കൊള്ളത്. ഇത് കേട്ട എല്ലാരും കൂടെ ചിരിക്കണേ. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ നന്ദിനിയുടെ ഫോണിലേക്ക് വിനായകൻ വിളിക്കാണ്. വിനേട്ടനാ? വിഷും പറയും, സ്പീക്കറിലിട്. ആ വിനേട്ടാ എന്ന് സ്പീക്കറിലിട്ട് സംസാരിക്കണേ. വിനായകൻ പുറത്തെവിടെയോ നിന്ന് ചായ കുടിക്കുക. നന്ദിനി, ഞാൻ ഇന്നലെ നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു കേട്ടാ. നന്ദിനി അറിയാം, അതെ വിനേട്ടാ, ഇവിടെ എല്ലാരും ഉണ്ട് കേട്ടോ, ഫോൺ സ്പീക്കറിലാ. എല്ലാരും ഇത് കേട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. വിനായകൻ പറയും, നന്നായി. റെഡിയായോ? ആ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ അച്ഛനെ ചായ വാങ്ങിക്കാൻ വന്നതാ. കമലോയ്ക്കും അവിടെ പാത്രം വല്ലതും ഉണ്ടോ വിനായക? നേഴ്സ് എനിക്കൊരു ഫ്ലാസ്ക് തന്നു. പിന്നെ ഇന്നലെ വിക്രം ഒരു തൂക്കുപാത്രം വാങ്ങിച്ചിട്ടാ അതിലാ കഞ്ഞി ഉണ്ടെന്നത്, അതിലെ ഇഡലി വാങ്ങിക്കാന്ന് വെച്ചു. കമല പറയും, ഹാവൂ, അച്ഛൻ അതൊക്കെ കഴിക്കാല്ലേ? ആ അച്ഛനൊരു കുഴപ്പമില്ല അമ്മ, നല്ല ഉഷാറായിട്ടിരിക്കുന്നേ. വിഷം പറയും, ഞങ്ങളിപ്പോ എത്താം. കട്ടായ നേരത്തെ കമലിക്കും, അല്ല വിനായക, നീ എന്താ നന്ദിനി പോലെ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു എന്ന് പറഞ്ഞത്? ഇത് കേൾക്കുമ്പോൾ നന്ദിനിയും വിനായകനൊന്നും ഞെട്ടും. വിനായകൻ പറയും, അത് പിന്നെ അച്ഛന്റെ കൂടെ ഇരുന്ന് ഉറങ്ങിപ്പോകരുതെന്നാ നന്ദിനി പറഞ്ഞത്. ഓരോ മണിക്കൂറിലും അലാറം വെക്കണം എന്ന് പറഞ്ഞിരുന്നേ, ഞാനത് ചെയ്തെന്ന് പറയായിരുന്നു. എന്നാ ശരി, ഞാൻ കട്ട് ചെയ്യണേ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. നന്ദിനി അറിയും, അന്തം വിട്ട് ഉറങ്ങി പോകാതിരിക്കാൻ ഒരു വഴി പറഞ്ഞത് കൊടുത്തതാ, ഓരോ മണിക്കൂർ ഇടവിട്ട് അലാറം വെക്കാൻ. അപ്പം മയങ്ങിപ്പോയല്ലോ, എളിക്കാലോ. അത് കറക്റ്റായിട്ട് ചെയ്തു വിനയേട്ടൻ. എല്ലാരും ചിരിക്കുന്നുണ്ട്. വിശ്വം പറയും, അതെ. അപ്പോഴേക്കും അമ്മയ്ക്ക് ശ്രീജ ചായ എടുത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ചായ ഇല്ലേ, ദാ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ നന്ദിനി അത് വേഗം വാങ്ങിച്ച് കുടിക്കുക. ചൂടുണ്ട്. അയ്യേ ചൂട് എന്ന് പറഞ്ഞാൽ അത് അവിടെ തന്നെ വെക്കുകയാണ് നന്ദിനി. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദയും വിക്രവും കൂടെ വേറെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കാട്ടോ. അവര് വിക്രം ഏതായാലും മലയ്ക്ക് പോകാൻ മാല ഇട്ടതല്ലേ, അതുകൊണ്ട് രാവിലെ ക്ഷേത്രത്തിൽ വന്നിങ്ങനെ തൊഴുത് വേദ നെറ്റിയിൽ പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയം ഇവരാരോ നിരീക്ഷിക്കുന്നുണ്ട്. വിക്രമിന് ഇത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. വിക്രം ഇങ്ങനെ നോക്കുമ്പോൾ വേദയ്ക്കും എന്ത് പറ്റി? ഞാൻ പറഞ്ഞില്ലേ വേദ, നമ്മൾ ആരോ വാച്ച് ചെയ്യുന്നുണ്ട്, ആരോ പിന്തുടരുന്നുണ്ട്. വേദ അറിയും, വിക്രമിന് തോന്നുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തിരികെ അവിടെ നിന്ന് ഇറങ്ങാണ്. 2 അടി നടക്കുമ്പോൾ വീണ്ടും ബാക്കിൽ ഒരാൾ ഇങ്ങനെ നോക്കുന്ന പോലെ വിക്രത്തിന് തോന്നുക. വിക്രം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാളെ കാണും. അയാൾ ഓടുമ്പോൾ വിക്രം പിന്നാലെ ഓടുകയാണ്. ഇത് കാണുന്ന വേദയും പിന്നാലെ ഓടും. എന്നാൽ കുറച്ച് ഓടിക്കഴിഞ്ഞാൽ വിക്രമിനെ അയാളെ പിടിക്കാൻ പറ്റുന്നില്ല, വേറൊരു വഴിയിലൂടെ പോവും. വേദയ്ക്കും എന്താണ്, ഞാൻ പറഞ്ഞില്ലേ ആരോ. വേദ പറയും, ഏത് സമയത്തും ആരോടെങ്കിലും എതിരിടാനുള്ള മനസ്സായിട്ടാ വിക്രം നടക്കുന്നത്, അതുകൊണ്ട് തോന്നുന്നതാ, വന്നേ വാ എന്ന് പറഞ്ഞ് വേദയും ഓടി കിതച്ചിട്ടുണ്ട്. അങ്ങനെ വിക്രമിനെ കൂട്ടിയ അവിടെ നിന്ന് പോവാണ്. ഇങ്ങനെ പോകുന്ന സമയത്തും വിക്രം ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ, ആരെങ്കിലും പിന്നിലുണ്ടോന്ന്. അങ്ങനെ അവിടെ നിന്ന് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് നന്ദിനി ഫ്രഷായി മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടി കഴിയുമ്പോൾ ശ്രീജടുത്തി കൊടുത്ത കനകാംബരപ്പൂ തലയിൽ വെക്കുകയാണ്.
എന്നിട്ട് കുറേ സെൽഫി എടുക്കും മിററിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട്. അങ്ങനെ പൂ വെച്ചുള്ള ആ സെൽഫി വിനയേട്ടന് അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കും. അങ്ങനെ ഒന്നുകൂടെ ഇങ്ങനെ പൂവൊക്കെ റെഡിയാക്കുന്ന സമയത്ത് വിനയന്റെ കോൾ ഉണ്ടാവും. ഫോട്ടോ കണ്ടിട്ട് വിളിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ട് എടുക്കുക. എങ്ങനെയുണ്ട് വിനയേട്ടാ ഞാൻ അയച്ച ഫോട്ടോ, കൊള്ളാമോ? ഓ, നിന്റെ ഒരു ഫോട്ടോ. അച്ഛൻ അങ്ങോട്ട് വന്നോ? ഇങ്ങോട്ടോ? ഇല്ല, ഈ ലോഡ്ജിലാ ഞങ്ങൾ താമസം. അച്ഛൻ എങ്ങനെ അറിയാനാ? എടി, എന്നാ അച്ഛനെ കാണാനില്ല. നന്ദിനി ഞെട്ടും. കാണാനില്ലെന്നോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? വിനായകൻ പറയും, അതേടി, ചായ വാങ്ങിച്ചു വന്നപ്പോ അച്ഛൻ മുറിയിലില്ല. ബാത്റൂമിലാണെന്ന് കരുതി ഞാൻ കുറെ കാത്തിരുന്നു. അവിടെയില്ല. ഹോസ്പിറ്റൽ മുഴുവനും ഞാൻ നോക്കി, എവിടെയും കാണാനില്ല. അപ്പൊ നന്ദിനിക്ക്, നിങ്ങൾ ഫോൺ വിളിച്ച് നോക്കിയോ? വിനയൻ പറയും, ഫോണൊന്നും എടുത്തിട്ടില്ല. ഫോണൊക്കെ റൂമിൽ തന്നെ ഉണ്ട്, അതൊന്നും എടുത്തിട്ടില്ല. നീ വിഷുവിനും വിക്രം അവിടെ ഉണ്ടെങ്കിൽ ഫോൺ കൊടുത്തേ. അങ്ങനെ നന്ദിനി റൂമിൽ നിന്ന് ഇറങ്ങണേ. അപ്പൊ ഉണ്ടാവും വേദയും വിക്രവും റൂമിൽ നിന്ന് ഇറങ്ങുന്നേ. എന്റെ വിക്രം, നീ വന്നേ, അച്ഛനെ കാണാനില്ലെന്നേ. ഇത് കേൾക്കുന്ന വിക്രം ഞെട്ടും. നീ വന്നേ എന്ന് പറഞ്ഞ് അവരെ കൂട്ടി ഇവര് അമ്മയുടെ റൂമിലേക്ക് ചെല്ലണേ. അവിടെ വിഷുവും ശ്രീജയും കമലയും അപ്പുമോളും ഉണ്ട് ട്ടോ. അവരിങ്ങനെ ഒരുങ്ങണേ. അപ്പോഴായിരിക്കും നന്ദിനി അങ്ങോട്ട് കയറി വരുന്നത്. വിക്രവും അങ്ങനെ വാതില് തുറന്നു കൊടുക്കുമ്പോ തന്നെ നന്ദിനി അകത്ത് കയറുന്നതും, വിഷുട്ടാ അച്ഛനെ കാണുന്നില്ലെന്നേ. ഇത് കേൾക്കുന്നതും എല്ലാരും ഞെട്ടും. എന്ത്? ആ അച്ഛനെ കാണാനില്ലെന്നേ. വിനയേട്ടന് ഫോണില് ദാ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വിക്രം അത് വാങ്ങിക്കാം. പറ വിനയേട്ടാ, എന്താ ഉണ്ടായത് എന്ന് നോക്കുമ്പോ വിനയനൊക്കെ പറയണേ, ചായ വാങ്ങിച്ചു വന്നപ്പോ അച്ഛനെ കാണാത്ത കാര്യം. എന്താ വിക്രം എന്ന് വേദ ചോദിക്കുന്നുണ്ട്. വിഷേട്ടനൊന്ന് വന്നേ. വേദ, നീ ഇവരോടൊപ്പം തന്നെ ഉണ്ടാവണം. വിഷേട്ടൻ വന്നേ. കമല വീണ്ടും വീണ്ടും വിക്രത്തോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളിപ്പോ വരാം എന്ന് പറഞ്ഞിട്ട് വിശ്വത്തെ കൂട്ടി വിക്രം അവിടെ നിന്ന് പോവാണ്. നന്ദിനി, എന്താ ഉണ്ടായത്? നന്ദിനി പറയും, ചായയൊക്കെ വാങ്ങിച്ച് വിനയേട്ടൻ റൂമിലെത്തിയപ്പോ അച്ഛൻ അവിടെ ഇല്ലെന്നേ. ഫോണും എടുത്തിട്ടില്ല. ആളെയാണെങ്കിൽ അവിടെ ഒട്ടും കാണാനുമില്ല. അമ്മ ആകെ തളർന്ന് അവിടെ ഇരുന്നു. വേദ പറയും, പേടിക്കാനൊന്നും ഇല്ലമ്മേ. അടുത്ത് അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും കടയിലോ എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ ആയിട്ട് പോയതായിരിക്കും. അച്ഛൻ പെട്ടെന്ന് തിരിച്ചു വരും. അയ്യോ മാഷ് എന്ന് പറഞ്ഞ വല്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ് കമല. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദയും വിക്രവും വിനായകനും വിശ്വവും കൂടെ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. എന്നിട്ട് റിസപ്ഷനില് അവരെടുത്ത് അച്ഛൻ ഇവിടെ പോയിന്ന് ചോദിക്കും. വിക്രം നല്ല ദേഷ്യത്തിലാ, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നല്ല ആളെ കാണാതായത്. അപ്പൊ ഞങ്ങൾ നിങ്ങളോടല്ലേ ചോദിക്കുക? അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറയും, സാർ ഡ്യൂട്ടി നേഴ്സ് രാവിലെ ചെല്ലുമ്പോൾ അവർ റൂമിലുണ്ടായിരുന്നു. BP ഷുഗർ ടെമ്പറേച്ചർ ഒക്കെ ചെക്ക് ചെയ്തിട്ടാ നേഴ്സ് റൂമിൽ നിന്ന് പോയത്. വേദയ്ക്കും പിന്നെ ഇങ്ങോട്ട് പോയെന്നാ. അത് ഞങ്ങളോടാണോ ചോദിക്കുന്നത്? വൈസ് ചാൻസലർ കൂടെ ഇരുന്നതല്ലേ, ആളോട് ചോദിക്കൂ. ഞാൻ ചായ വാങ്ങിക്കാൻ പോയതാ. അപ്പൊ അവിടുത്തെ സ്റ്റാഫ് പറയും, ഞാൻ CCTV ചെക്ക് ചെയ്തിരുന്നു. അതിലെ നിങ്ങളുടെ അപ്പ വെളിയിൽ പോകുന്നത് പാത്ത് നിങ്ങളിവിടെ ബില്ല് പേ ചെയ്യോ, എന്നിട്ട് പോലീസിനെ പരാതി കൊടുക്കുവോ, അല്ലാതെ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവർ വല്ലാത്തൊരു അവസ്ഥയില് കൺഫ്യൂഷനായിട്ട് നിൽക്കാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. പിന്നീട് കാണിക്കുന്നത് വിക്രവും വേദയും കൂടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടുത്തെ പോലീസിന്റെ അടുത്ത് പരാതി പറയും. എന്നാൽ അയാളാണെങ്കിൽ ഒട്ടും മര്യാദയോട് കൂടെ അല്ല സംസാരിക്കണേ. വിക്രം പറയും, ആശുപത്രിയിലെ CCTVയില് അച്ഛൻ പുറത്തേക്ക് പോകുന്നത് കാണാം സാർ. അടുത്ത കടകളിലെ ക്യാമറയിലും ഞാൻ ചെന്ന് നോക്കി. അതിലൊരു ക്യാമറയില് അച്ഛൻ റോഡിലൂടെ നടന്നു പോകുന്നത് കാണാം. പക്ഷെ അതിനുശേഷം കുറച്ച് മാറിയുള്ള കടയില് അങ്ങനെ ഒരു വിഷ്വൽ ഇല്ല. അതിനർത്ഥം അവിടെ വെച്ച് അച്ഛൻ മിസ്സായി എന്നല്ലേ. പോലീസുകാരൻ ദേഷ്യത്തിൽ പറയും, നിങ്ങൾ എന്റെ ചെയറിൽ വന്ന് ഉட்காருங்கോ. അത് പോതുമാ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ? അത് സാർ, അച്ഛനെ കാണാതെ പോയ ടെൻഷനിൽ ഞാൻ. അയാളാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോ വേദ പറയും, അതിനിപ്പോ തെറ്റായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ സാർ. ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കഴിയാവുന്നത് അന്വേഷിച്ചു. അത് നിങ്ങളെ അറിയിക്കുകയും ചെയ്തു. ബാക്കിയുള്ളത് നിങ്ങൾ തന്നെയല്ലേ ചെയ്യേണ്ടത്. ഒരു പെറ്റീഷൻ എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്ക്, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. അപ്പൊ വേദ പറയും, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല സാർ. സാർ ഇപ്പൊ തന്നെ ഇടപെടണം. അപ്പൊ അയാൾ പറയും, ഇங்கே നിറയെ വിഷയമായിരിക്കും മാഡം. സാർ, ഞാനൊരു അഡ്വക്കേറ്റാ. അച്ഛനെ ആര് തട്ടിക്കൊണ്ട് പോയതാണോന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. കടക്കപ്പെട്ടതോ? ആര്? വേദ പറയും, അതറിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വരണോ സാർ? ശരി, ഞാൻ അല്പസമയത്തിനുള്ളിൽ ഹോസ്പിറ്റലിലേക്ക് വരും, നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യോ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ്. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ പോലീസുകാർ അവിടെ എത്തും. ആരാണ് വൈസ് ചാൻസലർ ആയിട്ട് നിന്നത്? വിനായകൻ പറയും, ഞാനാണെന്ന്. അങ്ങനെ വിനായകനെ കുട്ടി റൂമിലേക്ക് ചെല്ലും. റൂമാണെങ്കിൽ ചെറുതാണ്, ഒരു ബെഡേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെയാണോ തൂങ്ങിയത്? അപ്പോൾ വിനായകൻ പറയും, അല്ല ഞാൻ പുറത്തിരിക്കുകയായിരുന്നു, അച്ഛൻ ഒറ്റയ്ക്ക് കിടക്കുന്ന ഇഷ്ടം. അങ്ങനെ അവിടെയൊക്കെ നോക്കിയിട്ട് CCTV ചെക്ക് ചെയ്യാനായിട്ട് അവർ പോവാണ്. അങ്ങനെ അവർ CCTV നോക്കുന്ന സമയത്ത് അതിലുണ്ടാവും മാഷ ഇറങ്ങി പോകുന്ന ഒറ്റയ്ക്ക്. നല്ല കൂളായിട്ട് എന്തോ വിചാരിച്ചിട്ട് ഇറങ്ങി പോകുന്നൊരു രീതിയിലാണ് മാഷിന്റെ മുഖമൊക്കെ ഉള്ളത്. അത് കാണുന്ന പോലീസുകാരൻ പറയും, ഇത് പാക്കുമ്പോൾ എന്തോ തീരുമാനം എടുത്ത് പോകുന്നത് പോലെ ഉണ്ടല്ലോ. ഉങ്ക വീട്ടുകാരെന്തേ? റൂമിലുണ്ട് സാർ. ശരി വാ എന്ന് പറഞ്ഞ് ഇവരെല്ലാരും കൂടെ ലോഡ്ജിലേക്ക് പോവാണ്. അങ്ങനെ വിക്രം അപ്പോഴേക്കും റൂമിലേക്ക് എത്താണ്. എന്നിട്ട് എല്ലാരോടും താഴേക്ക് വരാൻ പറയും, പോലീസ് വന്നിട്ടുണ്ട് എന്ന് പറയണേ. അപ്പോഴും കമലയ്ക്കും, അച്ഛനെ എവിടെയാന്ന് അറിഞ്ഞോ മോനെ? വിക്രം പറയും, അന്വേഷിക്കുന്നുണ്ട്, അതിനു വേണ്ടിയാണ് എല്ലാരെയും കാണണമെന്ന് പറഞ്ഞത്. വാ എന്ന് പറഞ്ഞ എല്ലാരും കൂടെ താഴേക്ക് പോവാണ്. പോലീസുകാർ പറയും, എല്ലാരും ഒന്ന് നിരന്ന് നിൽക്കണം. അങ്ങനെ എല്ലാരും അവിടെ വരിക്ക് നിൽക്കാണ്. നിങ്ങളാണോ വൈഫ് എന്ന് കമലയോട് ചോദിക്കുമ്പോൾ കമലം പറയും, അതെ. ആളെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുമായിട്ട് വഴക്കോ മറ്റോ? കമല പറയും, അയ്യോ ഞങ്ങൾ തമ്മിൽ വഴക്കിടാറിയില്ല സാർ. ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങളോട് ആള് സംസാരിച്ചിരുന്നോ? ആ സംസാരിച്ചിരുന്നു.
അപ്പൊ എന്തെങ്കിലും പറയാൻ പറ്റോ ചെയ്തോ? കമല പറയും, പ്രത്യേകമായിട്ടൊന്നും പറഞ്ഞില്ല. ഓർക്കോ, റിമെമ്പർ, ഓർമ്മ വരും. അത് പിന്നെ അപ്പോഴേക്കും നന്ദിനി പറയും, ഈ വിക്രമായിട്ട് അച്ഛനൊരു പിണക്കം ഉണ്ടായിരുന്നു. അത് കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും ദേഷ്യം വരും. വേദം ഇങ്ങോട്ട് മുഖം തിരിക്കുന്നുണ്ട്. അത് മാറിയത് ഇന്നലെയാണ്. പിണക്കം സൺഡേ ഇരുന്നതാ. അച്ഛനും മോനും തമ്മിലാ. അതെന്താ കാരണം എന്ന് വെക്കുമ്പോ ആർക്കും ഒന്നും പറയാൻ പറ്റണില്ല. കാര്യം പറയൂ, എങ്കിൽ നിന്നാ ഒരു ലീഡ് ലഭിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. വിശ്വം പറയും, സൺഡേ ഒന്നല്ല, അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആ. എന്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ്? വിനായകനും ആകെ ഒരു ടെൻഷനുണ്ട്. വിഷ്ണുവിന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ വിക്രം പറയും, ഞാൻ പറയാം സർ. അങ്ങനെയാണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്